ഹായ്, എൻ്റെ പേര് അഭിനവ്. നമ്മൾ 9ാം ക്ലാസ് ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ മലയാളം മീഡിയത്തിൻ്റെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലെ ക്വസ്റ്റ്യൻസാണ്. റെഡി? അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ സെപ്പറേറ്റ് ഫോൾഡർ ആക്കിയിട്ട് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് 9 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്ലാസ് 9 ഫിസിക്സ് ലെറ്റ്സ് അസസ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റുകളൊന്ന് ചെക്ക് ചെയ്യാം. അതാകുമ്പോൾ പെട്ടെന്ന് വീഡിയോ കിട്ടാൻ എളുപ്പമായിരിക്കും. അതിനുവേണ്ടി ചെയ്താൽ ശരി. എന്തായാലും നമ്മുടെ പരിപാടിയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ചെയ്തതാണ്. ഇതിൻ്റെ ബാക്കിയാണ് വേണ്ടത്. ഇത്രയും വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയാണ് നോക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ക്ലാസിഫൈ ദ സിറ്റുവേഷൻസ് ഗിവൺ ബിലോ ആസ് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. തന്നിരിക്കുന്ന സിറ്റുവേഷൻസിനെ യൂണിഫോം എന്നും നോൺ യൂണിഫോം വെലോസിറ്റി എന്നും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ശരി, നോക്കാം. ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: മോഷൻ ഓഫ് എ സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. അപ്പോൾ മേലെ നിന്നൊരു കല്ലിനെ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ മൂപ്പരിത ഇങ്ങനെ ആയിരിക്കുമല്ലോ ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. മേലെയും താഴേക്ക് ഇട്ടാൽ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ അത് ഒരു കല്ല് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ താഴേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ഈ ചങ്ങായിൻ്റെ ഈ കല്ലിൻ്റെ വെലോസിറ്റി കൂടി വരും. എന്ന് വെച്ചാൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അത് യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ എന്നുള്ളതാണ്. അത് നോൺ യൂണിഫോം മോഷൻ ആയിരിക്കും. അതിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ വെലോസിറ്റി കൂടി വരികയല്ലേ ചെയ്യാം. അതുകൊണ്ട് അതിനെ നമുക്ക് നോൺ യൂണിഫോം വെലോസിറ്റീൻ്റെ കൂട്ടത്തിൽ പെടുത്താം. അടുത്ത രണ്ടാമത്തെ പോയിൻ്റ് നോക്ക്: വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്വം. ലൈറ്റ് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരൊറ്റ പോക്കായിരിക്കും ഇങ്ങനെ. അങ്ങനെ വേഗത്തിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റിനുണ്ടാകുന്ന വെലോസിറ്റി നമുക്ക് പഠിച്ചിട്ടുണ്ട്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്ന് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്. അപ്പോൾ ഇതെന്താണ്? ഈ രണ്ടാമത്തെ പോയിൻ്റ് നമുക്ക് യൂണിഫോം വെലോസിറ്റിയിൽ കൊടുക്കാം. മാഗ്നിറ്റ്യൂഡിലും മാറ്റമില്ല, ഡയറക്ഷനിലും മാറ്റമില്ല. അതുകൊണ്ട് യൂണിഫോം വെലോസിറ്റി. മൂന്നാമത്തെ പോയിൻ്റ്: എ ബസ് സ്റ്റാർട്ട് ഫ്രം എ ബസ് സ്റ്റോപ്പ് ആൻഡ് ഈസ് മൂവിങ് ഫോർവേഡ്. നിർത്തിയിട്ട ബസ് സ്റ്റോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ നിർത്തിയിടുമ്പോൾ അതിന് വെലോസിറ്റി ഒന്നും ഉണ്ടാവില്ല. സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വെലോസിറ്റി മെല്ലെ മെല്ലെ കൂടിക്കൊണ്ടുവരും. സ്പീഡ് കൂട്ടിക്കൊണ്ടുവരുന്ന നമ്മൾ പറയില്ലേ, അതുപോലെ വെലോസിറ്റി കൂടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇത് നോൺ യൂണിഫോം വെലോസിറ്റീൻ്റെ കൂട്ടത്തിലേ പെടുത്താൻ പറ്റുള്ളൂ. നാലാമത്തെ പോയിന്റ്: എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് യൂണിഫോം സ്പീഡ്. നമുക്ക് യൂണിഫോം സ്പീഡ് ഇൻ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷന് മാറ്റമൊന്നും ഇല്ലാതെ യൂണിഫോം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ട്രെയിൻ എന്ന് വെച്ചാൽ യൂണിഫോം വെലോസിറ്റി എന്ന് ക്വസ്റ്റ്യൻ ഒരു 2 പ്രാവശ്യം അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് യൂണിഫോം വെലോസിറ്റി. വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡിലും മാറ്റമില്ല, ഡയറക്ഷനിലും മാറ്റമില്ല. അതുകൊണ്ട് യൂണിഫോം വെലോസിറ്റി. അടുത്തത് സ്വിങ്ങിങ് ഓൺ എ സ്വിങ്. ഊഞ്ഞാലാടുമ്പോൾ ഉറപ്പായിട്ടും അത് നമുക്ക് ഈ കൂട്ടത്തിലേ പെടുത്താൻ പറ്റൂ നോൺ യൂണിഫോം വെലോസിറ്റി. കാരണം അവിടെ ഡയറക്ഷനും മാറുന്നുണ്ട്, അതുപോലെ മാഗ്നിറ്റ്യൂഡും വെലോസിറ്റീൻ്റെ ഡയറക്ഷനും വെലോസിറ്റീൻ്റെ മാഗ്നിറ്റ്യൂഡും മാറുന്നുണ്ട്. അതുകൊണ്ട് നോൺ യൂണിഫോം വെലോസിറ്റി. അടുത്ത ചോദ്യം: ഫൈൻഡ് ദി ഇൻസ്റ്റൻസ് ഓഫ് ആക്സിലറേഷൻ ഇൻ യുവർ ഡെയിലി ലൈഫ് ആൻഡ് റെക്കോർഡ് ദം. ഡെയിലി ലൈഫിൽ ആക്സിലറേഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്: മോഷൻ ഓഫ് എ കോക്കനട്ട് ഫോളിങ് ഫ്രം എ കോക്കനട്ട് ട്രീ. പിന്നെ വേണമെങ്കിൽ നമുക്ക് നേരത്തെ ഇത് പറയാം. മോഷൻ ഓഫ് എ എവിടെ പോയി? ഫസ്റ്റ് ഈ പോയിന്റ്: മോഷൻ ഓഫ് എ സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. താഴേക്ക് ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ വെലോസിറ്റീനെ കൂടി വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ആക്സിലറേഷൻ ഉണ്ടാകുന്നുണ്ട്. വെലോസിറ്റി ചേഞ്ച് ആകുന്നുണ്ട്, വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നല്ലേ പഠിച്ചത്. അപ്പോൾ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, വെലോസിറ്റി കൂടി വരുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ മോഷൻ ഓഫ് എ കോക്കനട്ട് ഫോളിങ് ഫ്രം എ കോക്കനട്ട് ട്രീ. തെങ്ങുമെന്ന് തേങ്ങ താഴേക്ക് പോകുമ്പോൾ താഴേക്ക് വരുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി കൂടി വരും. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ലേ താഴേക്ക് വീഴാം. ശരി, ഇനി കുറച്ച് നമ്മളോടും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വേണമെങ്കിൽ എന്തെഴുതാം? മാവിൻ്റെ മേലെ നിന്ന് വീഴുന്ന മാങ്ങ, തെങ്ങിൻ്റെ മേലെ നിന്ന് വീഴുന്ന തേങ്ങ, പ്ലാവിൻ്റെ മേലെ നിന്ന് വീഴുന്ന ചക്ക എല്ലാം കൂടെ കൂട്ടിയിട്ട് മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഫോളിങ് ഫ്രം എൻ സർട്ടൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പോരെ. ശരി, പിന്നെ വേറെ ഉണ്ടോ? നിർത്തിയിട്ട ബസ്
സ്റ്റോപ്പിൽ നിർത്തിയിട്ട ബസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന കാര്യം നമ്മൾ നേരത്തെ നോൺ യൂണിഫോം വെലോസിറ്റീൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടില്ലേ, ഈ ഒരു പോയിൻ്റ്. എ ബസ് സ്റ്റാർട്ട് ഫ്രം എ ബസ് സ്റ്റോപ്പ് ആൻഡ് ഈസ് മൂവിങ് ഫോർവേഡ്. നിർത്തിയിട്ട ബസ് നിർത്തിയിട്ട ഭാഗത്തു നിന്ന് മുന്നോട്ട് എടുത്ത് പോവുക, വെലോസിറ്റി കൂടി വരിക. അപ്പോൾ അവിടെ ആക്സലറേഷൻ ഉണ്ടാവും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ യു തിങ്ക് ഓഫ് സം ഇൻസ്റ്റൻസ് ഇൻ എവറിഡേ ലൈഫ് വേർ ദി വെലോസിറ്റി ഡിക്രീസസ്? നോക്കൂ, വെലോസിറ്റി ഡിക്രീസ് ആകുന്ന, വെലോസിറ്റി കുറയുന്ന ഏതെങ്കിലും ഇൻസ്റ്റൻസ് ഉണ്ടോ ഡെയിലി ലൈഫിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയിട്ട ബസ് മുന്നോട്ട് പോകുന്നൊരു കേസ്. ഇനി അതിന് നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ബസ് ദൂരെ നിന്ന് ഇങ്ങനെ വരിക. അപ്പോൾ നിങ്ങൾ കൈകാട്ടി കഴിഞ്ഞാൽ ഈ ബസ്സിൻ്റെ വെലോസിറ്റി അയാളൊന്ന് കുറച്ച് കൊണ്ടുവരും. ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ബസ്സിൻ്റെ വെലോസിറ്റി ഒന്ന് കുറച്ച് കൊണ്ടുവരും അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലല്ലോ അത്. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലൊക്കെ എല്ലാം വെലോസിറ്റി കൂടി വരുന്ന കഥയാണ്. ഇവിടെ ചോദിക്കുന്നത് വെലോസിറ്റി കുറയുന്ന ഏതെങ്കിലും ഉണ്ടോ. നമുക്ക് ഒന്നാമത്തെ എക്സാമ്പിളായിട്ട് കൊടുത്തത് ട്രെയിൻ അറൈവിങ് അറ്റ് എ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ. സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തണം, അതുകൊണ്ട് ദൂരെ നിന്ന് തന്നെ ഇയാളെന്ത് ചെയ്യും, അതിൻ്റെ വെലോസിറ്റി കുറച്ച് കൊണ്ടുവരും. അതുപോലെ അടുത്തൊരു പോയിൻ്റ് നോക്ക്, ദി അപ്വേർഡ് മോഷൻ ഓഫ് എ സ്റ്റോൺ ത്രോൺ അപ്വേർഡ്. ഇത് ശ്രദ്ധിക്കണം, അപ്വേർഡ് മോഷൻ ഓഫ് എ സ്റ്റോൺ ത്രോൺ അപ്വേർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കല്ല് താഴേക്ക് വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടി വരികയാണ് ചെയ്യുക. അതേസമയം നിങ്ങളൊരു കല്ലിനെ കുത്തനെ മേലേക്ക് എറിയുകയാണെങ്കിൽ മേലോട്ട് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് വരും. കുറഞ്ഞ് വന്നിട്ട് അവിടെ ഒരു സെക്കൻഡ് ഒന്ന് നിൽക്കുന്ന പോലെ ഉണ്ടാവും, അപ്പോൾ തന്നെ താഴേക്ക് വരും. താഴേക്ക് വരുമ്പോൾ വെലോസിറ്റി കൂടി വരും. പക്ഷേ മുകളിലേക്ക് പോകുമ്പോൾ മേലേക്ക് പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു വരികയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഷുഡ് നെഗറ്റീവ് സൈൻ ബി ഗിവൺ വൈൽ റൈറ്റിംഗ് ദ വാല്യൂ ഓഫ് റിട്ടാർഡേഷൻ? റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലേ. റിട്ടാർഡേഷൻ നമുക്ക് എങ്ങനെ പറയാം? റിട്ടാർഡേഷൻ വെറുതെ തൽക്കാലത്തേക്ക് എഴുതാൻ കഴിയില്ലാത്ത മടിയാനെ കൊണ്ട് ആറെന്ന് വിളിക്കുന്നത്. വെറുതെ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -a ആണ് റിട്ടാർഡേഷൻ. അങ്ങനെയാണെങ്കിൽ റിട്ടാർഡേഷൻ്റെ വാല്യൂ എഴുതുമ്പോൾ ഓൾറെഡി റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ -a. അപ്പോൾ കിട്ടുന്ന ആൻസറിൻ്റെ അകത്ത് ഈ മൈനസിൻ്റെ ആവശ്യം ഇല്ല. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞ് കിട്ടുമ്പോൾ അത് ആക്സിലറേഷൻ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ ആൻസർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു വാല്യൂ കിട്ടിയെന്ന് വെച്ചോ, കിട്ടിയ വാല്യൂ നിങ്ങൾക്ക് ആക്സിലറേഷൻ കണ്ടുപിടിച്ചപ്പോൾ ഒരു -30 ആണ് വാല്യൂ കിട്ടിയത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് 30 ആയിരിക്കും. അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം, an object start from rest and attains a velocity of 10 meter per second in 5 seconds. What is its acceleration? What is the acceleration if it come to rest in 5 seconds? What is the retardation? നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെയാണ് ക്ലിയർ ആവാൻ വേണ്ടി പോകുന്നത്. ഇതാ പിടിച്ചോ. ചോദ്യം ഇങ്ങനെയാണ്, an object start from റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഒബ്ജക്റ്റ് 5 സെക്കൻഡ് കൊണ്ട് അതിന് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ തന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡാണ്. അതേസമയം നിർത്തിയിട്ട വണ്ടി വരും, നിർത്തിയിട്ട ഒബ്ജക്റ്റ് ചുമ്മാ റെസ്റ്റിൽ നിൽക്കുന്ന ഒബ്ജക്റ്റാണ്, അതിന് 5 സെക്കൻഡിന് ശേഷം 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി റെസ്റ്റിലല്ല ഇനീഷ്യലി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 മീറ്റർ പെർ സെക്കൻഡും ഫൈനൽ വെലോസിറ്റി v എന്ന് പറയുന്നത് 5 സെക്കൻഡിന് ശേഷം കിട്ടിയ വെലോസിറ്റി അത് 10 മീറ്റർ പെർ സെക്കൻഡും. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ ഉണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആക്സലറേഷൻ കണ്ടുപിടിക്കാനാണ്. a എത്രയാണ്? a കണ്ടുപിടിക്കാൻ a = v - u / t = v 10 ആണ്. 10 - 0/t. 10ൽ നിന്ന് 0 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടീൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടല്ലേ, ടീൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ 10ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ 10 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, കാരണം ആക്സിലറേഷനാണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ആക്സിലറേഷൻ കിട്ടി 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ.
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് ബി ക്വസ്റ്റ്യനിലേക്ക് പോകാം, ബാക്കിയെല്ലാം മനസ്സിൽ കളയാം. അപ്പോൾ കിട്ടിയ ആൻസർ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്, 2 m/s². ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി ആക്സലറേഷൻ ഇഫ് ഇറ്റ് കം ടു റെസ്റ്റ് ഇൻ 5 സെക്കൻഡ്. അപ്പോൾ അവിടെയും ടി തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട് 5 സെക്കൻഡാണ്. അപ്പോൾ നിലവിൽ ഈ ചങ്ങായി 10 m/s പോയിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് റസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഫൈനലി അതിൻ്റെ വെലോസിറ്റി എന്താവും 0 m/s ആയി പോകും. പക്ഷെ നിലവിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ള ഇനീഷ്യൽ വെലോസിറ്റി അത് 10 m/s. നേരത്തേത് ഒരു പാർട്ട്, ഇത് അടുത്ത പാർട്ട്, ആ രീതിയിൽ തന്നെ കണ്ടാലേ പരിപാടി നടക്കുകയുള്ളൂ. നേരത്തെ നമ്മൾ വി ആണ് നേരെ തിരിച്ചാലും എടുത്തത്, വി 10 m/s യു 0 m/s. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ കഥ മാറി. ഫൈനലി ആ വണ്ടി പോയിട്ട് നിൽക്കുക, 5 സെക്കൻഡിന് ശേഷം ആ വണ്ടി പോയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിന്ന് കഴിഞ്ഞാൽ, റെസ്റ്റിലായി കഴിഞ്ഞാൽ വെലോസിറ്റി ഉണ്ടാവില്ല, ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ഈ സമയത്തുള്ള റിട്ടാർഡേഷനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ആക്സലറേഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v - u/t ദാറ്റ് ഈസ് 0 - 10/5. അതായത് ഇവിടുത്തെ ആക്സിലറേഷൻ വരുന്നത് -2 m/s² അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് 2 m/s². അടുത്ത ചോദ്യം, എ വെഹിക്കിൾ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 5 m/s brought to rest in 2 seconds by applying brakes. Calculate the retardation of the vehicle. റിട്ടാർഡേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. തന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് എടുത്തെഴുതാം. വെഹിക്കിൾ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 5 m/s. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നിലവിൽ അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത് 5 m/s. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് 5 m/s പരിഗണിക്കാം. 2 സെക്കൻഡ് സമയത്തിന് ശേഷം അത് റസ്റ്റിലേക്ക് പോയാൽ ഫൈനലി അതിൻ്റെ വെലോസിറ്റി 0 ആയി പോകും. ഫൈനൽ വെലോസിറ്റി 0 m/s. കാൽക്കുലേറ്റ് ദി റിട്ടാർഡേഷൻ ഓഫ് ദി വെഹിക്കിൾ. റിട്ടാർഡേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആദ്യം എന്താ പറയുക, ആക്സിലറേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സൈന് നേരെ ഓപ്പോസിറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആക്സിലറേഷൻ A = v - u/t. അതായത് 0 - 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5/2 -2.5 m/s². ഇതാണ് ആക്സിലറേഷൻ. അതല്ല നമ്മളോട് ചോദിച്ചത് റിട്ടാർഡേഷനാണ്. അപ്പോൾ നേരെ സൈന് റിവേഴ്സ് ചെയ്ത് കൊടുക്കുക. -2.5 അല്ലേ ആൻസർ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ സൈന് നേരെ റിവേഴ്സ് ചെയ്തിട്ട് +2.5, പ്ലസ് എന്നുള്ള സാധാരണ നമ്മൾ എഴുതൂല, അതുകൊണ്ട് 2.5 m/s² ആണ് നമ്മുടെ റിട്ടാർഡേഷൻ. അടുത്ത ചോദ്യം, ഇഫ് ദി വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ if the velocity of an object in second is, ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ്, പോട്ടെ, സെക്കൻഡ് ഈസ് 40 m/s and 30 m/s in the fourth second. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി 40 m/s, നാലാമത്തെ സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി 30 m/s. അതാണ് ഈ ആദ്യത്തെ വരിയിൽ എഴുതി വെച്ചിട്ടുള്ളത്. കൺഫ്യൂഷനായി പോകരുത്, ഇതാണ് സംഗതി. ആൻഡ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ, വാട്ട് ഈസ് ദി ആക്സിലറേഷൻ, വാട്ട് ഈസ് ദി റിട്ടാർഡേഷൻ, വാട്ട് ഈസ് ദി വെലോസിറ്റി അറ്റ് 8th second. അപ്പോൾ കുറേ ചോദ്യങ്ങളുണ്ട്, കുറേ സമയമെടുക്കും. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക്. രണ്ടാമത്തെ സെക്കൻഡിൽ അതാണ് രണ്ടാമത്തെ സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി 40 m/s. നാലാമത്തെ സെക്കൻഡിൽ ഫോർത്ത് സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി 30 m/s. ഈ കാര്യം ഒന്ന് മൈൻഡിലുണ്ടാവണേ. ഇനി
നോക്കിയോ, നമ്മൾ തന്ന കാര്യങ്ങളെടുത്ത് എഴുതാൻ വേണ്ടി പോവാം. ഇവിടത്തെ ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യമുണ്ടായിരുന്ന വെലോസിറ്റി u എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡാണ്. ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് v എന്ന് പറയുന്നത് 4th സെക്കൻഡിന് ശേഷം ഈ ഒരു ഭാഗത്തുള്ള മാത്രമാണ് നോക്കാവൂ, ശേഷം അതിനുള്ള വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡാണ്. അതിനെടുത്ത സമയം നോക്ക്, സമയം t = ഇവിടെ 2 സമയമുണ്ട്, രണ്ടാമത്തെ സെക്കൻഡും ഉണ്ട്, നാലാമത്തെ സെക്കൻഡും ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ t1 എന്ന്, ഇതിനെ നമ്മൾ t2 എന്ന് വെറുതെ വിളിക്കുകയാണെങ്കിൽ t = t2 - t1 = 4 - 2 = 2 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ 2 സെക്കൻഡ് സമയമാണ് ഈ പരിപാടിക്കൊക്കെ എടുത്തിട്ടുള്ളത്. നമ്മളോടുള്ള ചോദ്യം വാട്ട് ഈസ് ദി ആക്സിലറേഷൻ, ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a = v - u/t. v തന്നിട്ടുണ്ട് 30. ഈ കാര്യങ്ങൾ തിരിച്ചറിയാന്നുള്ളതാണ് ഇതിലെ ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യം, വേറൊന്നുമില്ല. 30 - 40 തന്നിട്ടുണ്ട് അല്ലേ, 40 / t എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 30 നിന്ന് 40 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ -10 ആണ് വരിക, /2. -10/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ൻ്റെ പകുതി 5, ആ മൈനസ് സൈനും കൂടെ കൊടുത്തേക്കാം. -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും ഇവിടുത്തെ ആക്സിലറേഷൻ. ഇനി അടുത്ത ചോദ്യം നോക്ക്, വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ. ആക്സിലറേഷൻ -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ റിട്ടാർഡേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനിയോ വാട്ട് ഈസ് ദി വെലോസിറ്റി അറ്റ് 8th സെക്കൻഡ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. 8th സെക്കൻഡിലെ, 8ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി എത്ര. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അവസാനം കിട്ടിയ ആക്സിലറേഷനെ മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം മായ്ച്ച് കളയാൻ വേണ്ടി പോവാം. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് 30 മീറ്റർ പെർ സെക്കൻഡിലാണ്. നിലവിലുള്ള വണ്ടീൻ്റെ എന്താണ്, ഇതും കൂടെ മായ്ച്ചിട്ട് അത് തൊട്ടേതല്ലേ. നിലവിൽ ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് 30 മീറ്റർ പെർ സെക്കൻഡിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം u = 30 മീറ്റർ പെർ സെക്കൻഡ്. 8 സെക്കൻഡ് കഴിഞ്ഞാലുള്ള വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് v ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ a കിട്ടിയിട്ടുണ്ട്, 5 എന്നല്ലേ എൻ്റെ വാല്യൂ വന്നിട്ടുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, ടൈം തന്നിട്ടുണ്ട് 8th സെക്കൻഡ് എന്നല്ലേ. ആദ്യം 4th സെക്കൻഡിലേനുള്ള, അത് കഴിഞ്ഞിട്ട് 8th സെക്കൻഡിലേക്ക്, അതായത് 8 - 4 = 4 സെക്കൻഡ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ടൈം t2 ഇവിടുത്തെ t2 - t1 8 - 4 എന്ന് പറയുന്നത് 4 സെക്കൻഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ 4 പേരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന u/v/at കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അറിയാമോ എന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, v = u + at. v = u + at ആൻഡ് u തന്നിട്ടുണ്ട് 30 പ്ലസ് a 5 ഇൻറ്റു t എന്ന് പറയുന്നത് 4. അപ്പോൾ ഇവിടെ ഒരു കാര്യം വിട്ടുവരുന്നുണ്ട്, ആക്സിലറേഷൻ കിട്ടിയത് -5 റിട്ടാർഡേഷനും 5. അപ്പോൾ ആക്സിലറേഷൻ -5 എന്ന് കൊടുക്കണം, ഒരു ബ്രാക്കറ്റ് ഇട്ടേക്കാം. 30 + -5 × 4 -20. അപ്പോൾ 30 + -20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 - 20. 30 നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 30 20 കുറച്ചാൽ 10 മീറ്റർ പെർ സെക്കൻഡ്. ശ്രദ്ധിക്കണം, യൂണിറ്റ് ഇല്ലെങ്കിൽ മാർക്ക് കിട്ടൂല. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഇവിടുത്തെ 8ാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി. അത്രയും ചോദ്യങ്ങളാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക്, ഈ രീതിയിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ലെറ്റ്സസിലുള്ള ക്വസ്റ്റ്യൻസ്. അത് അടുത്ത വീഡിയോയിൽ ഒരു 2 പാർട്ടായിട്ട് അത് നോക്കാം. കുറച്ച് ഡീറ്റെയിൽ ചെയ്തിട്ട് തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.